ഇപ്പൊ പറയാനുള്ള വേറെ ഒന്നുമല്ല. ആളിപ്പോ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് വന്നിരിക്കാം. പക്ഷെ ഇത് കുറ്റം ചെയ്തുകൊണ്ടല്ലേ ഒളിവിൽ പോയിരിക്കണ. അപ്പൊ എന്തെങ്കിലും കാണാതെ ഒരാൾ എന്താ ഒളിവിൽ പോകത്തില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ട് മാത്രമാണ് ആളിപ്പോ ഒളിവിൽ നിൽക്കുന്നത്. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കോടതിയായിട്ടുള്ള ഇതാണ്. അപ്പൊ അവര് എന്ത് പറഞ്ഞാലും നമ്മൾ അവിടെ ഹാജരാവേണ്ടതാണ്. ഇത് ഹാജരാവാതെ ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കേസ് എന്തായാലും അവര് നടപടിയായിട്ട് തന്നെ കൊണ്ടുപോകും. അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ച് ഇല്ല നമുക്കിപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തിനാ ഫേസ് ചെയ്യാൻ പറ്റും. ഒന്നീല് ഇപ്പം ഒരു ഇഷ്യൂ ഉണ്ടാവാം എന്നുള്ള പേടി കൊണ്ടായിരിക്കും അയാള് ഒളിവിൽ പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളൊരു തെറ്റും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ലീഗലായിട്ടുള്ളതായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. എനിക്കറിയത്തില്ല എന്താണ് പുള്ളിക്കാരന്റെ ഉദ്ദേശം എന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുകേഷിന്റെ വിഷയം അറിയാം. മുകേഷിനെ ഇപ്പോ ചോദ്യം ചെയ്തതിനു ശേഷം പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടാണ് വിട്ടയച്ചത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ ഉള്ളതുകൊണ്ട്, മുൻകൂർ ജാമ്യം നൽകിയതുകൊണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ പുള്ളിക്കാരൻ MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം. പക്ഷേ തെറ്റില്ലാതെയും അയാൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോ അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഒരു ഏതെങ്കിലും ഒരു പോസ്റ്റ് മാത്രം പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അതല്ലേ ഒരു മര്യാദ, ഒരു ജനപ്രതിനിധിയാണ്. അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അയാൾ അത് ചെയ്യണം. പക്ഷെ അയാൾ ഇതുവരെ ചെയ്തിട്ടില്ല. മേ ബി ഇതെല്ലാം കണ്ടിട്ട് ആയിരിക്കാം, പേടിച്ചിട്ടായിരിക്കാം. ഇനിയിപ്പോ അയാൾ ഭയങ്കര സെലിബ്രിറ്റി അല്ലേ, അപ്പം തന്റെ ഇമേജിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും അയാൾ ഉള്ളിൽ പോയത്. അപ്പോൾ മൂപ്പരുടെ ഒരു ഏജും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ മൂപ്പർക്ക് ചിലപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂപ്പരെ ജാമ്യം ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. ജാമ്യം ഇപ്പോൾ തള്ളി. മുകേഷിന് ജാമ്യം കിട്ടിയില്ലേ? ജാമ്യം കിട്ടി. പക്ഷേ രണ്ടുപേരും പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുണ്ട്. മൂപ്പരിപ്പോൾ ഒളിവിലാണ്. അപ്പോൾ അത് മൂപ്പരെ ഒരു ഏജിൻ്റെ കൺസിഡറേഷനും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ കേസ് മൊത്തത്തിൽ തെളിഞ്ഞിട്ടില്ല. ഇതിൻ്റെ എന്താണ് ഈ ആരോപണം ഉണ്ടായ ആൾക്കാർ പറഞ്ഞത്, അതിൻ്റെ ശരി തെറ്റുകൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് അവർ സഹകരിക്കണം. എന്നിരുന്നാൽ കൂടെയും അവരെ ഏജും അവരെ എക്സ്പീരിയൻസും നമ്മളെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അവർ തന്ന സംഭാവനകളും നമ്മൾ കൺസിഡർ ചെയ്യണം. അവരെ ചുമ്മാ ഇങ്ങനെ വേട്ടയാടുകയല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, ഒരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ നമുക്ക് പുറത്ത് ഇതുവരെ അറിയാൻ പറ്റില്ല. പക്ഷേ സിദ്ദിഖിനെതിരെ വന്ന ആരോപണങ്ങൾ കുറച്ച് രൂക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ. പറയാം. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ ശരിയാണ്. സിദ്ദിഖ് നല്ലൊരു മനുഷ്യനാണ് അയാള്. പിന്നെ ഇങ്ങനെ സംഭവിച്ചെന്താണെന്ന് നമുക്കും അറിയില്ലല്ലോ. അത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്കറിയില്ല. നമ്മളൊന്നും കണ്ടിട്ടില്ല. നമ്മളൊരു കാര്യം കണ്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കണ്ടിട്ടുള്ള കാര്യമല്ല. എനിക്കൊന്നും അറിഞ്ഞില്ല. സിദ്ദിഖിനെ ഇഷ്ടമാണ്. അത് സത്യമാണോ എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. ഇല്ല. അതോടൊപ്പം തന്നെ മുകേഷിന് വിഷയം അറിഞ്ഞാലോ. മുകേഷിന് ഇന്ന് ചോദ്യം ചെയ്തതിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചു. മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? രാജിവെക്കുമായിരിക്കാം. പാർട്ടിയിൽ നിന്ന് പ്രഷർ ഉണ്ടെങ്കിൽ അയാൾ രാജിവെക്കും, അത് ചെയ്യണം. കാരണം അയാൾ തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണല്ലോ പോലീസ് കൊണ്ടുപോയത്. അപ്പോൾ രാജിവെച്ചേ പറ്റും. കാരണം അയാൾ എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നില്ല. അയാളുടെ തെറ്റ് ചെയ്ത് അയാൾ എന്തായാലും മാറിയേ പറ്റും.